മാറിയിരിക്കുകയാണ്. കവിത തിയേറ്ററിന്റെ വീണ്ടും ഞെട്ടിക്കുകയാണ്. എങ്ങനെയാണ് ഈ കവിത തിയേറ്ററിൽ 24 കൊല്ലം മുമ്പ് വന്ന പടാ ഈ മറ്റേ രാവണപ്രഭു രഞ്ജിത്തിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഉള്ള പടമല്ലേ. ഇപ്പോൾ നിറഞ്ഞാടുമല്ലേ, ഇന്ന് 6 ഷോയാണ്. അതുപോലെ ഇന്നലെ വൈകിട്ട് ഭയങ്കര ഹൗസ്ഫുൾ ആയിരുന്നു. ഹൗസ്ഫുള്ള് കറക്റ്റ് ഓഡിയൻസിനല്ലേ കയറ്റാൻ പറ്റുള്ളൂ. ഹൗസ്ഫുള്ള് ഭയങ്കര ഹൗസ്ഫുൾ എന്താ കറക്റ്റ് ഓഡിയൻസ്. നാളെ 5 ഷോ ഉണ്ട്, സൺഡേ 5 ഷോ ഉണ്ട്. വരട്ടെ, ആൾക്കാർ വരട്ടെ. എല്ലാം 10-30 വയസ്സുള്ള താഴെയുള്ളവരും പടം കണ്ടിട്ടില്ല. നൈറ്റ് ഷോയ്ക്കൊക്കെ എങ്ങനെയാണ് ആളുണ്ടോ? പിന്നെ നിറച്ച് ഫുള്ളായി കിടക്കുമല്ലോ, അങ്ങോട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇന്നിവിടെ ഡൽഹിന്നോ ആ ചേച്ചിയോട് ആന്ധ്രന്നോ ഡൽഹിന്ന് വരെ ഇവിടെ സിനിമ കാണാൻ വന്നു. ആണോ അല്ലേ? കാരണം അത് ഈ ഒരു തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. ഇവിടുത്തെ പവർ നല്ല കാര്യം. അത് ഇത്ര ഓഡിയൻസിൽ വലിയ സ്ക്രീനിൽ ഇപ്പോൾ വലിയ പടങ്ങളൊക്കെ വലിയ സ്ക്രീനിൽ കാണണം. എന്നാലാണ് അത് ലാലേട്ടൻ്റെ പടം പ്രത്യേകിച്ച് നല്ല സോങ്ങും നല്ല ഡാൻസ് ചെയ്യണമെങ്കിലൊക്കെ പറ്റുമല്ലേ. അതൊക്കെ നമ്മുടെ സ്ക്രീനിൽ കയറി പോകുന്ന സംശയം. ഇന്നലെ സ്ക്രീനിൻ്റെ അവിടെ കിടന്ന് ഭയങ്കര തുള്ളായിരുന്നു ആൾക്കാരൊക്കെ. അതെ 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 അതെ, നമുക്ക് പേടിയാവും. ഇവരെല്ലാവരും കൂടി സ്ക്രീനിലേക്ക് കയറി കഴിയുമ്പോൾ പ്രശ്നമായി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഇപ്പോൾ നമുക്ക് ചില സിനിമകൾ മോശമാകുമ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ കാശം വരും. ഇപ്പോൾ ഈ റീ റിലീസ് സിനിമകൾ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കും. അതെ അതെ അതെ, ലാലേട്ടൻ്റെ വർഷമല്ലേ 2025. ഇനി വരില്ല പടങ്ങൾ, ഇനി പലതും ചെയ്തുകൊണ്ടിരിക്കേണ്ടവർ. ഇപ്പോൾ മറ്റേ നമ്മുടെ ചോട്ട മുമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ പടങ്ങൾ പലതും വരാനുണ്ട്. ഒക്കെ വരട്ടെ. 300 സിനിമ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ കറങ്ങി തിരിച്ച് വരട്ടെ. എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും വരുന്നുണ്ട്. മറ്റേ സുരേഷ് ഗോപിയുടെ വരുന്നുണ്ട്, മമ്മൂക്കയുടെ ഏതാണ്ടൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ദിലീപിൻ്റെ റൺവേ, അങ്ങനെ കുറേ പടങ്ങൾ വരും. അതുപോലെ പണ്ട് കണ്ടപ്പോൾ ഇതേ ജനക്കൂട്ടവും തിരക്കും അതെ അന്ന് ഇവിടെ എറണാകുളം ടൗണിലൊക്കെ 100 ഷോയല്ലേ ഉടനെ. ഇന്നിപ്പോൾ ഒരു അന്ന് ഒരു തിയേറ്ററിലേ ഉണ്ടായുള്ളൂ, ഇന്ന് 100 ഷോയല്ലേ. അപ്പോൾ അതിൻ്റേതായ ആൾ നിറഞ്ഞ് നിൽക്കും. പുതിയ പഴയ പടങ്ങൾ ഇപ്പോൾ കൂടുതൽ തിയേറ്ററിലൊന്നും കൊള്ളില്ല, ഷോ ഇല്ല. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 5 ഷോയും 6 ഷോയും. ഇപ്പോൾ പലരും പറഞ്ഞു പല അകലേന്ന് വന്നിട്ടുണ്ട് ആൾക്കാർ പടങ്ങൾ. ഇന്നലെ രാത്രി തന്നെ അകലെന്ന് അത്ര ആളുകൾ വരണമെങ്കിൽ അല്ലേ? അതെ അതെ അതെ, ഇന്നലെ പ്രീമിയർ ഷോ അല്ല, അതുകൊണ്ടാണ് ഇവിടെ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഇത് എക്സ്ട്രാ നൈറ്റ് ഷോ ഇട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, നൈറ്റ് ഷോ ഉണ്ട്, 11:51 ഷോ ഉണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട് ടിക്കറ്റ്? അതൊക്കെ ഹൗസ്ഫുള്ളാണ്, സോൾഡ് ഔട്ടാണ്. എല്ലാം ബുക്ക് മൈ ഷോയിൽ റിസർവ് ചെയ്ത് എല്ലാ സീറ്റും അവരവരുടെ ഇഷ്ടമുള്ള സീറ്റ് നോക്കിക്കൊണ്ടല്ലേ വന്നു. അതായാലും വരട്ടെ, ചരിത്രം തിരിച്ചു കുറിക്കട്ടെ. എന്തായാലും നല്ല നല്ല സിനിമകൾ വരട്ടെ. അതെ അതെ അതെ, ഇനി നമുക്ക് കാണാം.